പറഞ്ഞതുപോലെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള നല്ല കോൺടാക്ട്സ് ഉള്ള ആളുകളെ ഞാൻ സെലക്ട് ചെയ്തു. അനൂപ് സാറിനെ പോലെ, അനീസ് സാറിനെ പോലെ ആളുകളെ ഞാൻ സെലക്ട് ചെയ്തു. അവരോട് ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. കുറെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു, കുറെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തില്ല. ആക്സെപ്റ്റ് ചെയ്തവരോടൊപ്പം ഞങ്ങൾ ശക്തമായി നിന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ട് എൻ്റെ ബിസിനസ്സിലും എൻ്റെ കരിയറിലും വന്ന മാറ്റം എന്താണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് 2013 ഞാൻ തുടങ്ങിയപ്പോൾ കമ്പനി വന്ന എൻ്റെ ID 4117231606. ഇതൊരു പ്രാക്ടിക്കൽ സെഷൻ കൂടിയാണ്. ഞാൻ എടുത്തു പറയാനുള്ളത്, പല ആൾക്കാരും അവസരം കേൾക്കുമ്പോൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, പലതും കാണാനായിട്ട് പറ്റില്ല. ഈ വേദിയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. കാണുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഐ കോൺടാക്റ്റിലൂടെയാണ്, നമ്മുടെ വിഷനിലൂടെയാണ്, കാണുന്നതിലൂടെയാണ്. അതിനുള്ളൊരു സാഹചര്യം കൂടി, ഒരു അനുഗ്രഹം കൂടി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചാൽ ഞങ്ങളെക്കാളൊക്കെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ഗ്രോ ചെയ്യാനായിട്ട് കഴിയും. ഞാൻ കഴിഞ്ഞ 13 വർഷം കൊണ്ട്, 12ാമത്തെ വർഷമാണ് 2013 മുതൽ 12 വർഷത്തിലേക്ക് 13ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ സമയം കൊണ്ട് എൻ്റെ 2 ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള ടേൺ ഓവർ പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ടേൺ ഓവർ. ഓർഗനൈസേഷൻ 1 ഏതാണ്ട് 1010 കോടി ബിസിനസ് കൂടി ഓർഗനൈസേഷൻ 2 744 കോടിക്ക് പുറത്ത് ബിസിനസ് കൂടി. ഞങ്ങളുടെ കൂടെ ഏതാണ്ട് 1700 കോടി ബിസിനസ് വോളിയത്തോളം വരും. ഇതൊരു ചെറിയ ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ചെറിയ ബിസിനസ് അല്ല, ഇറ്റ്സ് എ ബിഗ് ഇൻഡസ്ട്രി. തുടങ്ങുന്നത് ഏതൊരാളും ഒരു ചെറുതായിട്ടാണെങ്കിലും ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊക്കെ അപ്പുറത്തേക്ക് വളർന്നു പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ന് എന്ന് വന്നു എന്നുള്ളതല്ല. ഇന്ന് ഇത് 2000 ആണെങ്കിൽ നാളെ ഇത് 20,000 ആണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന നാളെ ചിലപ്പോൾ മാച്ച് ചെയ്ത് 1 ലക്ഷം TV ആയിരിക്കാം, ഒരു TC ആയിരിക്കാം. നാളെ നിങ്ങൾക്കും ഇതേപോലെ തന്നെയുള്ള ബിസിനസ് വോളിയം രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗത്ത് പോയി കാണിക്കാൻ പറ്റും. അതിന് സാധിക്കണം. ആ വിഷനാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ 13 വർഷമായി ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുത്തത് കൊണ്ട് ഇതിന്റെ ഡെപ്ത് അറിയാവുന്നത് കൊണ്ടും ഈ പ്ലാൻ കേട്ടപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ആഴ്ചയിൽ 1000, 2000, 10,000, 20,000 ഒന്നുമല്ല, 2,10,000 ആഴ്ചയിൽ എങ്ങനെ നേടാൻ കഴിയും. അത് എത്രയും പെട്ടെന്ന് നേടി കാണിച്ചാൽ എൻ്റെ ടീമിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് സ്റ്റേബിൾ ഇൻകം ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇത് മനസ്സിലാക്കിയപ്പോൾ ഒരു തീരുമാനം എടുക്കും. നമ്മൾ ഹിന്ദിയിൽ പറയാറുണ്ട്, കുछ पाने के लिए कुछ खोना पड़ता है. ദാറ്റ് മീൻസ് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തണം. സാധാരണഗതിയിൽ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളൊരു സ്വഭാവമാണ്, കക്ഷത്തിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും വേണം. ഇത് നടക്കും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ അന്ന് മനസ്സിലാക്കിയത്, ഞാൻ ആഗ്രഹിച്ച ഒരുപാട് സുഖങ്ങൾ, റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, ഫാമിലിയോടൊപ്പം സമയം ചെലവാക്കുക, എൻ്റെ കയ്യിൽ ദൈവം അനുഗ്രഹിച്ചൊരു അവസരം തന്നിട്ടുണ്ട്. ഇത് എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരമാണ് എന്ന്, എനിക്ക് വേണ്ടിയുള്ള അവസരമാണ് തിരിച്ചറിഞ്ഞ് രാപകലില്ലാതെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സിന് വേണ്ടി. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ പരിചയമില്ലാത്ത ഭാഷകൾ, പരിചയമില്ലാത്ത സംസ്കാരം, പരിചയമില്ലാത്ത ഭക്ഷണ രീതി, പരിചയമില്ലാത്ത കാലാവസ്ഥ, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദുർഘടമായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ ശക്തമായ ഒരു ടീം എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അനൂപ് സാറും അനീസ് സാറിലൂടെ, GCIയിലൂടെ ഇന്ന് ലക്ഷത്തിന് പുറത്ത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് എന്നോടൊപ്പം ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഇന്ന് എനിക്കുണ്ട്. ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, എൻ്റെ കഴിവൊന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ നാട്ടുകാരെ എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ യഥാസമയം തീരുമാനമെടുത്തതും ഒരു നിലപാടെടുത്തതും ഇതിനുവേണ്ടി ഉറച്ചു നിന്ന് വിശ്വാസത്തോടുകൂടി സംശയം മാറ്റിവെച്ച് പ്രവർത്തിച്ചു. എനിക്ക് പറയാനുള്ളത്, സംശയം മാറ്റിവെച്ച് 100% വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണ് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുക. അതിന് തെളിവാണ് ഈ ബിസിനസ്സിൽ റെക്കോർഡ് ഉണ്ടാക്കി ഈ കമ്പനിയുടെ ആദ്യത്തെ ക്ലോസിംഗിൽ തന്നെ 2,10,000 രൂപ ഞാൻ അച്ചീവ് ചെയ്തു. ഞാൻ പിന്നെ ശ്രമിച്ചത് ഇത് നടക്കും, ഇത് കിട്ടുമെന്നുള്ളത് എൻ്റെ കൂടെ ഉള്ളവരെ ബോധ്യപ്പെടുത്തുക. അതിന് ഒരുപാട് പണിയുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ തന്നെ ആൾക്കാർക്ക് ആദ്യം ഒന്നും കാര്യം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു മാസം 50,000, 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന ഒരാളോട് ഒരു മാസം 10 ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. അത് 5 ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞിന് മട്ടൻ ബിരിയാണി കൊടുക്കുന്നില്ല, ദഹിക്കുമോ? ഇല്ല. അവരുടെ മൈൻഡ് സെറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ ദഹിക്കണമെന്നില്ല. പക്ഷെ എനിക്ക് ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കാര്യം മനസ്സിലായി. അങ്ങനെ ഞങ്ങളൊരു ടീം ശക്തമായി നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഇന്ന് എൻ്റെ ടീമിൽ 1000കണക്കിന് ആളുകളാണ് ഇതേപോലെ 2,10,000 വരുമാനം വാങ്ങുന്നത്. അതുകൊണ്ടൊക്കെ നേട്ടം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും 2013 മുതൽ ഈ വരുമാനം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇൻക്ലൂഡിംഗ് ദ ലാസ്റ്റ് വീക്ക്. ഇതിനിടയ്ക്ക് 6 മാസം 9 മാസമൊക്കെ ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. റീസെൻ്റായിട്ട് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഫ്യൂച്ചറിൽ ഈ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടി ഞാനിപ്പോൾ US-ലാണ് ഫാമിലിയോടൊപ്പം താമസിക്കുന്നത്. അവിടെ പോയി എൻ്റെ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 വർഷത്തോളം എനിക്ക് നാട്ടിലേക്ക്, അഥവാ US-ന്റെ ബോർഡർ കടന്ന്
പുറത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല, എന്ന് വെച്ചാൽ ഇന്ത്യയിലോട്ട് വരാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും ആ 2 വർഷവും ഈ 2,10,000 എമൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നു. ഇനി ഇത് എന്ത് വന്നെന്നുള്ളത് ഞാൻ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കോളമുണ്ട്. ഇതിന്റെ ഞാൻ ചില ആഴ്ചകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഒരാഴ്ചയിലെ ടേൺ ഓവർ 10 കോടി ബിസിനസ് വോളിയത്തിനൊക്കെ പുറത്താണ്. ഒരാഴ്ചയിലെ ടേൺ ഓവറാണ്. നാളെ ഇത് 100 കോടിയാവും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എങ്ങനെ? ഞാൻ ഈ ചെയ്യുന്ന 10 കോടി, ഞാൻ ഇന്നലെ അനൂപ് സാറോട് അനീഷനോട് സംസാരിച്ചപ്പോൾ ഈ പോയിന്റ് പറഞ്ഞു. ടീം GCIയുടെ വീക്ക്ലി ടേൺ ഓവർ 10 കോടിക്ക് പുറത്തു വരുന്ന സാഹചര്യം ഒരു ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവാണ്. ഇരിക്കുന്ന ആൾക്കാരുടെ സന്തോഷ വാർത്ത, ഈ ടീമിൽ ആയിരക്കണക്കിന് സീലിംഗ് അച്ചീവേഴ്സ് വരാൻ പോവാണ്. ഇരിക്കുന്ന ഓരോ ചെയർസും സീലിംഗ് അച്ചീവേഴ്സിനുള്ളതാണ്. 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകും. ഇനി ഇതുകൊണ്ടുള്ള വരുമാനം എന്നാൽ ആഴ്ച വരുമാനം മാത്രമല്ല. ഞാൻ എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. കഴിവുള്ളവർക്ക് പല ഡിസ്ട്രിബ്യൂട്ടർഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എൻ്റെ മാസ വരുമാനം, എൻ്റെ ആദ്യത്തെ മാസത്തെ വരുമാനം ഏകദേശം 39,000 രൂപയാണ്. രണ്ടാമത്തെ മാസത്തിൽ 3,90,000 കടന്നു. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഒരു മാസം കൊണ്ട് വരുമാനം 10 ഇരട്ടി വർദ്ധിക്കാൻ പറ്റുന്ന ഏത് അവസരമാണ് മാർക്കറ്റിൽ നമുക്കുള്ളത്, ഒരു സാധാരണക്കാരനുള്ളത്? ഈ രീതിയിൽ വരുമാനം വർദ്ധിക്കുമെങ്കിൽ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യണോ വേണ്ടയോ? തീരുമാനം നിങ്ങൾക്കുള്ളതാണ്. ദൈവത്തിന്റെ പാതി ദൈവം ചെയ്യൂ, നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളത് ഞങ്ങളെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ വരുമാനമൊക്കെ വന്നപ്പോൾ വിശ്വാസം ഉയർന്നു, അതനുസരിച്ച് വരുമാനം ഉയർന്നു. മാസ വരുമാനം 5, 7, 10, 15, 20, 25, 30, 35 ലക്ഷം രൂപയായിട്ടൊക്കെ വളർന്നു. ഇനി ഈ വരുമാനം കിട്ടുന്നതുകൊണ്ട് എന്താണ് ഗുണം? എൻ്റെ കൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടായിട്ട് മാത്രമല്ല, രാജ്യത്തിന്റെ പുരോഗതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മികച്ച പൗരന്മാരായി നിങ്ങൾ മാറി. കാരണം 100% ഗവൺമെന്റിന് കിട്ടാനുള്ള മുഴുവൻ ടാക്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ഫോം 16A ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലീഗൽ വരുമാനം ഏതെങ്കിലും ഒരു കമ്പനി കൊടുക്കുമെങ്കിൽ അതിന് TDS ഡിഡക്ട് ചെയ്യണം, ക്വാർട്ടർലി സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം. ഇത് മൈ ലൈഫ് സ്റ്റൈൽ എനിക്ക് എന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഒരു ക്വാർട്ടറിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 1,35,00,000 രൂപ ഒരു ക്വാർട്ടറിൽ എൻ്റെ പേരിൽ ഈ കമ്പനി തന്നു ഇൻകം. രണ്ടാമത്തെ ഞാൻ നോക്കി 1,39, ഇങ്ങനെ 1,47, ഇങ്ങനെ പല സർട്ടിഫിക്കറ്റുകൾ, 1,70, 1,99 ഇവിടെ കാണാൻ പറ്റും. 1,99 കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, 2 കിട്ടി, 2 കോടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, ഒന്ന് കാണിക്കാൻ നല്ലതാണല്ലോ. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അത് 2,05,00,000 വന്നു. ഒരു ചെറിയ ബിസിനസ്സാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ് അവസരത്തിലേക്ക് ആൾക്കാർ കടന്നു വരുന്നത് മറ്റു പലരുടെയും തീരുമാനം കൊണ്ടാണ്. അവർ ലിസ്റ്റിലേക്ക് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ കേട്ടു, കൊള്ളാമെന്ന് തോന്നി, ഇമോഷണലി തീരുമാനം എടുക്കും. അങ്ങനെ ഇമോഷണലി തീരുമാനം എടുത്ത് നമ്മൾ ഇതിലേക്ക് വരുന്ന ഒരു പാസ്പോർട്ട് എടുക്കുന്നത് പോലെ ഉള്ളൂ. പാസ്പോർട്ട് എടുത്തതുകൊണ്ട് ആരും വിദേശത്ത് എത്ര നിർബന്ധമില്ലല്ലോ. അതിനുള്ള അവസരം കണ്ടെത്തി നമ്മൾ പോകാൻ തീരുമാനിക്കണം, വേണ്ട ആ ഒരു പ്രോസസ്സ് ചെയ്യണം. കറക്റ്റ് ഉണ്ടോ? ഈ ബിസിനസ് തുടങ്ങൽ വളരെ എളുപ്പമാണ്. എന്നാൽ വിജയിക്കണമെങ്കിൽ ശക്തമായ തീരുമാനം. ഈ ബിസിനസ് പഠിക്കാൻ നിങ്ങളും തയ്യാറാവണം. ഒരു ഗ്രാജുവേറ്റ്, ഒരു ബിരുദ വിദ്യാർത്ഥി ആ കോഴ്സിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഏതൊരാൾക്കും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പല ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ വർഷങ്ങളെടുക്കും. അതുകൊണ്ടാണ് വിജയം താമസിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കുഴപ്പം നമുക്കെല്ലാം അറിയാമല്ലോ, ഒരു വൈദ്യൻ ആളെ കൊണ്ടെന്ന് പറയും. കുറച്ച് കാര്യം പഠിക്കും, എന്നിട്ട് മുഴുവൻ പഠിച്ചു എന്ന് വിശ്വസിക്കും. അത് തെറ്റായിരുന്നു മനസ്സിലാക്കാൻ ചിലപ്പോൾ 4 വർഷം, 5 വർഷം, 7 വർഷം എടുക്കും. അത് മാസങ്ങൾ കൊണ്ട് പഠിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾക്ക് സ്പീഡായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ബിസിനസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾ പറയാനുള്ളത് റിസഷൻ പ്രൂഫ് ബിസിനസ് ആണ്. ലോകത്തെ ഏതെല്ലാം മേഖലകളിൽ പ്രതിസന്ധികൾ കൂടിയോ പ്രശ്നങ്ങൾ കൂടിയോ അന്നൊക്കെ ചരിത്രം എടുത്തു പഠിച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ഒരുപാട് വളർന്നിട്ടുണ്ട്. ഈ കൊറോണ പീരീഡിൽ ഞാൻ എൻ്റെ ഇൻകം സോഴ്സ്, ദാറ്റ് മീൻസ് 26 എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു ഇൻകം സോഴ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഇത് കൂടാതെ പല ഇൻകം സോഴ്സ് ഉണ്ട്. പല പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചപ്പോൾ അതിന് റെന്റൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഇൻകം സോഴ്സ് ആണ്. ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് കൊറോണയൊക്കെ വരുന്ന സമയത്തിന് മുമ്പുള്ളത് 6 കോടി ആയിരുന്നു എൻ്റെ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ഈ ബിസിനസ്സിൽ കൂടെ വന്നിട്ടുള്ളത്. ആ കൊറോണ പീരീഡ് കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് 6,46,00,000 വളർന്നു. നമ്മൾ ചിന്തിച്ചു, വലിയ വലിയ ബിസിനസ്സുകാർ പോലും വലിയ നഷ്ടങ്ങൾ നേരിട്ട ആ ഒരു സമയത്ത് ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത്, തലമുറകളായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന പല സ്വത്തുക്കൾ മുഴുവൻ ആ പീരീഡിൽ നഷ്ടപ്പെട്ടു എന്നാണ്. ആ സമയത്ത് ഇവൻ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന സമയത്തും ഈ ബിസിനസിന്റെ പെർഫോമൻസ് ഓരോ ദിവസവും കൂടി 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 വരികയായിരുന്നു. ദിസ് ഈസ് എ റിസഷൻ പ്രൂഫ് ബിസിനസ്. ഇങ്ങനെ ഒരു വരുമാനം നമുക്ക് ആവശ്യമല്ലേ? ആവശ്യമാണെങ്കിൽ ശക്തമായ ഒരു കൈയടി ഒന്ന് ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇത് ഏതാണ്ട് വലിയ കൊമ്പത്തു നിന്ന ആളാണ്.